ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എൻ്റെ വീട്ടിലൊരു ചെറിയ വിശേഷമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ കക്ഷിയുടെ ബർത്ത്ഡേ ആണെന്ന്. അവനിന്ന് 17 വയസ്സ് തികഞ്ഞു. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു സെലിബ്രേഷനാണേ. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഇരിക്കുന്ന രണ്ടെണ്ണത്തിന് ഞാൻ അത്രയും എടുത്ത് നടന്നിട്ടുള്ളതാ, അവരുടെ ഓരോ വളർച്ചയും കണ്ടിട്ടുള്ളതാ. അതുകൊണ്ട് തന്നെ അവർ വലുതായി എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ അത്. എൻ്റെ അനിയനൊക്കെ വീഡിയോ കോളിലുണ്ട്. എൻ്റെ അനിയനും എൻ്റെ അച്ഛനും മാത്രമാണ് ഇപ്പോൾ നാട്ടിലില്ലാത്തുള്ളൂ. ബാക്കി എല്ലാവരും നാട്ടിലുണ്ട്. ഇപ്പോൾ ബോംബെയിൽ നിന്ന് പാപ്പനും മേമയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഡിന്നർ പുറത്താണ്, തൃശ്ശൂരാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അച്ഛമ്മയുടെ അടുത്ത് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ കേക്ക് അവിടെ വെച്ച് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അച്ഛമ്മയ്ക്ക് വരാൻ പറ്റാത്ത കാരണം ഇവിടെ തന്നെ മതിയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ കട്ട് ചെയ്തു. അങ്ങനെ ഇവിടുത്തെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളത് തൃശ്ശൂർക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ഓട്ടോ പറഞ്ഞു. കാരണം കാറിൽ എല്ലാവരും കൂടി കൊള്ളാത്ത കാരണം കുറച്ച് പേര് ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഓട്ടോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ. ബിനി ഹെറിറ്റേജ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വന്നത്. എവിടെ പോകണം എന്നുള്ളൊരു തീരുമാനം ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോവാം, ബിനിയിൽ പോകാമെന്ന് പറഞ്ഞു. കാരണം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാണ് പറഞ്ഞത്. അപ്പം തന്നെ എല്ലാവരും ഓക്കെ ആയിട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, കുറേ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറി മാറി ഞങ്ങൾ കഴിച്ചു. ഇതിനിടയിൽ എൻ്റെ അനിയൻ്റെ ഒരു വ്ളോഗാണ്, നിങ്ങളൊന്ന് കാണട്ടോ. എനിക്ക് ആ വോയിസ് മാത്രം ഞാൻ കളഞ്ഞില്ല കേട്ടോ. ഒരു രസമല്ലേ കേൾക്കാൻ. കുറേ കാലം കഴിയുമ്പോൾ അവനും അത് കാണുമ്പോൾ രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ സൂപ്പ് മാത്രം കൊള്ളില്ലായിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോൾ മുതൽ പറയുന്നതാണ് എനിക്ക് സൂപ്പ് വേണമെന്ന്. അത്രയും ആഗ്രഹിച്ച കാരണം തോന്നുന്നു അത് മാത്രം ഒരു രസം ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് ഹോട്ടലിൻ്റെ മുകൾ ഭാഗമാണേ. അവിടെയൊക്കെ നല്ല സ്പേസൊക്കെ ഉണ്ട്. പക്ഷേ ഫുഡും കൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാരണം ഞങ്ങൾ അവിടെ ഇരുന്നില്ല. ഞങ്ങൾ താഴെ തന്നെയാണ് ഇരുന്നത്. അങ്ങനെ മുകളിൽ പോയിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെയൊക്കെ കണ്ട് ഞങ്ങൾ താഴോട്ട് വന്നു. താഴെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ബോംബെയിലത്തെ പാപ്പനും മേമയൊക്കെ മേമയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവർ നാളെ അവിടെ നിന്ന് വാഗമൺ ട്രിപ്പൊക്കെ പോവുക. അപ്പോൾ അവരോട് ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിക്കുകയാണ്. അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് നല്ല ബഹളമൊക്കെ കേൾക്കാനുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കയറാൻ ടൈമില്ല. അവിടെ അച്ഛമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ല, മിനിയേച്ചിയും കൂടി ഉണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്നിട്ട് വേണം മിനിയേച്ചിക്ക് വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു സന്തോഷമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.